ഓം ശാന്തി. മനഃശാന്തി നമുക്കൊക്കെ വളരെ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ചില സ്വഭാവങ്ങൾ തന്നെ നമ്മുടെ മനഃശാന്തി ഇല്ലാതാക്കും. നമ്മളെപ്പോഴും നമ്മുടെ അശാന്തിക്ക് കാരണമായിട്ട് വീട്ടുകാരെ, നാട്ടുകാരെ, കൂടെയുള്ളവരെ, സാഹചര്യങ്ങളെ, കാര്യങ്ങളെയൊക്കെ കുറ്റം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ തന്നെ ചില കൊച്ചു കൊച്ചു സ്വഭാവങ്ങൾ അതില്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് മനഃശാന്തി കിട്ടും. അപ്പോൾ നമ്മുടെ മനഃശാന്തി നഷ്ടപ്പെടുത്തുന്ന അത്തരം സ്വഭാവങ്ങൾ, നമ്മൾ ഒഴിവാക്കേണ്ടതായ സ്വഭാവങ്ങൾ, അതിനെക്കുറിച്ചാണ് ഈ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ സ്വഭാവം, എല്ലാവരും എന്നെ അനുസരിക്കണം എന്നൊരു വിചാരം. കുറേ ആളുകളുടെ ഒരു മനോസ്ഥിതിയാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം. അത് എന്നേക്കാൾ മൂത്തവരായാലും ശരി, എൻ്റെ കൂടെയുള്ളവരാണെങ്കിലും ശരി, എന്നേക്കാൾ താഴെയുള്ളവരാണെങ്കിലും ശരി, കുടുംബക്കാരാണെങ്കിലും ശരി, സഹപ്രവർത്തകരാണെങ്കിലും ശരി, എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കണം. അങ്ങനത്തെ ഒരു വിചാരം നമ്മുടെ ഉള്ളിലുണ്ടാവും. അങ്ങനത്തെ ഒരു വിചാരമുള്ളവർക്ക് എപ്പോഴും അശാന്തിക്ക് കാരണം ഉണ്ടാകും. കാരണം ഒരിക്കലും ആരും നമുക്ക് അനുസരിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഇതാണ് നല്ലത്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ നിങ്ങൾക്കൊരു ഷെയറിങ് നടത്താം. അല്ലാതെ പ്രതീക്ഷിക്കുക ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്നൊരു വിചാരം നമ്മൾ ഒഴിവാക്കണം. മറ്റുള്ളവർക്ക് നമുക്ക് നമ്മളുടെ അഭിപ്രായം അവരോട് പറയാം, ഇതാണ് നല്ലത്, ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണം, അത് പറയുന്നത് നമുക്ക് ഓക്കെ. പക്ഷേ അവരനുസരിച്ചേ മതിയാകൂ, അവരനുസരിക്കേണ്ടതാണ് എന്നൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടായാൽ അത് നമ്മുടെ മനഃശാന്തി നഷ്ടപ്പെടുത്തുകയുള്ളൂ, അല്ലാതെ മറ്റാരും അനുസരിക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം. അതും ചിലവർക്കുണ്ടാകുന്നൊരു ഫീലാണ്. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം. നമുക്ക് അങ്ങനെ പറയാൻ കഴിയും? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മേഖലയിലെ ആളുകൾ, അവർക്കൊരു പക്ഷേ നിങ്ങളെ ഇഷ്ടമായെന്ന് വരും. ഓരോ മേഖലയിലും ഉള്ളവർക്ക് അതത് മേഖലയിലുള്ളവരെ ഇഷ്ടമായെന്ന് വരാം. അല്ലാതെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം എന്ന ഒരു മാനദണ്ഡം നമ്മുടെ മനസ്സിൽ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് അശാന്തിക്ക് കാരണമാവും. ചിലവർ ഇഷ്ടപ്പെട്ടെന്ന് വരാം, ചിലവർ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. ആരിഷ്ടപ്പെട്ടാലും ആരിഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ എനിക്കിഷ്ടമാണ്, ആ ഒരു കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കും. ഇല്ലെങ്കിൽ എപ്പോഴും ഇവിടെ മനസ്സിന് വിഷമിക്കാനേ നേരമുണ്ടാവുള്ളൂ. നമ്മൾ ഒഴിവാക്കേണ്ട മൂന്നാമത്തെ സ്വഭാവമാണ്, എല്ലാവരും അംഗീകരിക്കണം. ഞാൻ എവിടെ പോയാലും എല്ലാവരും എന്നെ അംഗീകരിക്കണം, ഞാനായിരിക്കണം അവിടുത്തെ ലീഡർ, എന്നെ നോക്കി എല്ലാവരും പ്രവർത്തിക്കണം, ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും ഞാൻ പറയുന്നത് തന്നെ അനുസരിക്കണം. അങ്ങനെ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം, അത് പലപ്പോഴും സങ്കടത്തിൽ വഴിയൊരുക്കും. നമുക്ക് ഒരിക്കലും ആരെയും നിർബന്ധിക്കാൻ സാധിക്കില്ല നമ്മളെ അംഗീകരിക്കണമെന്ന്. മറ്റുള്ളവർക്ക് നമ്മളെ അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണ് എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് മാനിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ അംഗീകരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകൂ. ഇന്ന് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരും അംഗീകരിക്കാത്തവരും നിങ്ങളൊരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അംഗീകരിച്ചുകൊള്ളും. അല്ലാതെ എല്ലാവരും അംഗീകരിച്ചേ മതിയാകൂ, എന്നെ അംഗീകരിക്കേണ്ടതാണ്, അംഗീകരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ, ഇത്തരം സ്വഭാവങ്ങൾ നമുക്കൊരുപാട് അശാന്തി ഉണ്ടാക്കും. ഇതുപോലെ നാലാമത്തെ സ്വഭാവം, എനിക്കിഷ്ടമുള്ളതേ മറ്റുള്ളവർ ചെയ്യാവൂ. നമ്മുടെ ഇഷ്ടം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ മറ്റുള്ളവർ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് തന്നെ എനിക്കും മറ്റുള്ളവർക്കും ഇടയിൽ ഘർഷണത്തിന് കാരണമാകും. അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സൈലൻ്റ് ആകുക, ശുഭഭാവന കൊടുക്കുക. നമ്മുടെ ഇഷ്ടപ്രകാരം അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നടക്കാത്തൊരു കാര്യമാണ്. ഈവൻ നിങ്ങളെക്കാൾ ചെറിയവരാണെങ്കിൽ പോലും, നിങ്ങൾ ജന്മം കൊടുത്ത മക്കളാണെങ്കിൽ പോലും നിങ്ങളിഷ്ടപ്പെടുന്നതേ അവർ ചെയ്യൂ എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ചെയ്യണം എന്ന് ശഠിക്കുന്നതിന് പകരം ആഗ്രഹിക്കുക, എല്ലാവരും അവരവരുടെ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, അവരെങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം മറ്റുള്ളവർ മാറണം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം അവർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഒരുപാട് മനഃശാന്തി അനുഭവിക്കാൻ സാധിക്കും. അഞ്ചാമത്തെ സ്വഭാവം നമ്മൾ മാറ്റേണ്ടത്, ഞാൻ മാറില്ല. ചില ആളുകൾ
എല്ലാവർക്കും ഉപദേശം നൽകും, നിങ്ങളിങ്ങനെ മാറണം, നിങ്ങൾ ഈ രീതിയിൽ മാറണം, ഇത് ഒഴിവാക്കേണ്ട സ്വഭാവമാണ്, അങ്ങനെ എല്ലാവരും ഉപദേശിക്കും. പക്ഷേ നമുക്ക് മാറേണ്ട ഒരു സമയം വന്നാൽ പറയും, ഇതിലെന്താ തെറ്റുള്ളത്, ഇത് ശരിയല്ലേ, ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇത് തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ അവനവൻ്റെ ഭാഗം എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് സ്വയം മാറാൻ അതൊരിക്കലും തയ്യാറാവില്ല. നമ്മൾ മാറാത്തിടത്തോളം നമുക്ക് എപ്പോഴും അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, നമ്മളുടെ മനഃശാന്തിക്ക് വേണ്ടി എവിടെയാണോ നമ്മൾ മാറേണ്ട സ്വഭാവങ്ങളുള്ളത് അതിനെ മനസ്സിലാക്കി നമ്മൾ മാറേണ്ടതാണ്. ആറാമത്തെ സ്വഭാവം, ഞാൻ ഒരിക്കലും തോൽക്കില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും ഉണ്ടാവുക, ആ സമയത്ത് നമ്മളൊന്ന് ശാന്തമായി കേൾക്കാൻ തയ്യാറായാൽ തന്നെ വലിയ അശാന്തികൾ ഒഴിവാകും. പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ഞാൻ തോൽവി സംഭവിക്കുകയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം ജയിക്കാൻ വേണ്ടി അങ്ങ് വാദിച്ച് തർക്കിച്ച് മനസ്സിലാക്കാതെ വലിയ വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും. ചില സമയത്ത് ചില തോൽവി വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും തോൽക്കില്ല എന്ന സ്വഭാവത്തിനെ നമ്മൾ ഇല്ലാതാക്കണം. തോറ്റതുകൊണ്ട് പ്രയാസമൊന്നുമില്ല. ഇന്നത്തെ തോൽവി ചിലപ്പോൾ നാളത്തെ വലിയ വിജയത്തിന് വേണ്ടിയായിരിക്കും. ചില സമയങ്ങളിൽ ചെറിയ തോൽവികളും നല്ലതാണ്. തോൽക്കില്ല എന്നൊരു മനോഭാവം, തോറ്റ ചരിത്രം എനിക്കില്ല എന്നൊരു വിചാരം, അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതുപോലെ ഏഴാമത്തെ സ്വഭാവമാണ് ഞാൻ എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടണം എന്നൊരു വിചാരം. ഇത് പലപ്പോഴും പല അബദ്ധങ്ങൾക്കും കാരണക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്നതാണ്, ഏറ്റവും ഉയർന്നതാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കപ്പെടും. പക്ഷെ എവിടെ ചെന്നാലും അവിടെ എന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളാണ്, അങ്ങനെയൊക്കെയുള്ളൊരു ഈഗോ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. അഥവാ ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലത്ത് പോലും ശ്രദ്ധിക്കപ്പെടാതെ പോയാലും കുറച്ച് കഴിയുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധയ്ക്ക് കാരണമാകും, കൂടുതൽ നിങ്ങൾക്ക് ബഹുമാനം കിട്ടാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടേ മതിയാകൂ, എന്നെ എല്ലാവരും ശ്രദ്ധ എന്നിലായിരിക്കണം, അങ്ങനത്തെ സ്വഭാവമൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ എട്ടാമത്തെ സ്വഭാവമാണ് എനിക്ക് എല്ലാം അറിയാമെന്നൊരു വിചാരം. എല്ലാം അറിയുന്ന ഒരാൾ ഞാനാണ്. എന്തിനും ഏതിനും എനിക്കറിയുന്നേക്കാൾ അപ്പുറം മറ്റൊരാൾക്കും അറിവില്ല. ഞാനൊരു സർവജ്ഞപീഠം കൂടി എത്തിയ ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു ഡിക്ഷണറി പോലെയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയും. അങ്ങനത്തെ ഒരു വിചാരം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും പറയുമ്പോൾ നമ്മളാ കാര്യം കേൾക്കാനോ മനസ്സിലാക്കാനോ സ്വീകരിക്കാനോ പോലും തയ്യാറാവില്ല. നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ശരി അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ബദ്ധപ്പാടിൽ നമുക്കും അവർക്കും ഇടയിൽ ഘർഷണങ്ങൾ ഉണ്ടാകുകയും അത് ഒരുപാട് പ്രയാസങ്ങളും മനപ്രയാസങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും കേൾക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകണം. ആരെങ്കിലും പറയുമ്പോൾ അവരുടെ അറിവുകളും നമ്മൾ സ്വീകരിക്കണം. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ, നമുക്കറിയാതെ പോകുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് വലിയ വലിയ ലാഭങ്ങൾ നൽകും. അതുകൊണ്ട് എല്ലാം എനിക്കറിയാം എന്നൊരു വിചാരം മാറ്റി മറ്റുള്ളവർക്കും അറിയും, അവരുടെ അറിവും ഇതിലാവശ്യമാണ് എന്നൊരു ഭാവം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ഒമ്പതാമത്തെ സ്വഭാവം, ഒരിക്കലും ഞാൻ സോറി പറയില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം സോറി എന്നൊരു വാക്ക് ഉച്ചരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ അപമാനം പോലെയാണ്. ഒരബദ്ധം പറ്റി, സോറി കേട്ടോ എൻ്റെ ഇന്നൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ സോറി പറയില്ല, ബാക്കി പല കാര്യങ്ങളും പറയും, അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കും. സോറി എന്നുള്ളൊരു വാക്ക് അവരുടെ വായിൽ ഉച്ചരിക്കപ്പെടുക പോലും ചെയ്യില്ല. ചിലവരാണെങ്കിൽ തെറ്റ് ചെയ്യും സോറി പറയും, തെറ്റ് ചെയ്യും സോറി പറയും, അങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ട്. അങ്ങനെയും ആകരുത്. ഒരിക്കലും സോറി പറയില്ല എന്നൊരു സ്വഭാവവും നമ്മുടെ ഉള്ളിലാവരുത്. ഒരു സോറി പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു കുറവാകുന്നൊന്നുമില്ല. അത് നമുക്കും മനസ്സമാധാനം തരും, മറ്റുള്ളവർക്കും മനസ്സമാധാനം തരും. അത് നമ്മൾ ചെറുതാകല്ല ചെയ്യുന്നത്, വലുതാവുകയാണ് ചെയ്യുന്നത്. എൻ്റെ തെറ്റുകളെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, അതിനെ തിരുത്താൻ തയ്യാറാകുമ്പോൾ, ഒരു സോറി പറയാൻ തയ്യാറാകുമ്പോൾ അത് നമ്മുടെ മഹത്വത്തെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഒരിക്കലും അത് നമ്മളെ ചെറുതാക്കില്ല. പത്താമത്തെ സ്വഭാവം, എല്ലാവരും എന്നോട് കടപ്പെട്ടിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാവാം, ധനം കൊണ്ടാവാം, സാധനങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാവാം. നമ്മൾ കൊടുത്ത സഹായം അവർക്ക് ആ സമയത്ത് ഒരുപാട് ആശ്വാസം നൽകിയിട്ടുണ്ടാവും. അവരുടെ ഗ്രോത്തിന്, അവരുടെ സന്തോഷത്തിന്, അവരുടെ ജീവിത വിജയത്തിന് ഒക്കെ കാരണമായിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ സഹായിച്ച കാര്യം ജീവിതം മുഴുവൻ അവർ ഓർമ്മിച്ചിരിക്കണം, അവരെന്നോട് കടപ്പെട്ടിരിക്കണം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകും.
നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ഒരു ബുക്കിംഗ് തന്നെയാണ്. എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരാളെ സഹായിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരു സഹായം കിട്ടാനുള്ള ഒരു ബുക്കിംഗ് നമ്മൾ ചെയ്തു എന്നാണ്. പക്ഷേ എന്നോട് കടപ്പെട്ടിരിക്കണം, അവർക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, യാതൊരു നന്ദിയുമില്ല, അങ്ങനത്തെ വിചാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് ഉള്ള ശാന്തി നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഈ 10 സ്വഭാവങ്ങളിൽ ഏതൊക്കെ സ്വഭാവമാണോ നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് കണ്ടെത്തി ഈ കൊച്ചു കൊച്ചു സ്വഭാവങ്ങളെ ഇല്ലാതാക്കിയാൽ ഒരുപാട് മനഃശാന്തി നമുക്ക് അനുഭവിക്കാനാകും. നിങ്ങൾക്കും അതെ, നിങ്ങളെ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീക്ക്നെസ്സുകളെ കണ്ടെത്താനും അതില്ലാതാക്കി മനഃശാന്തി അനുഭവിക്കാനും സാധിക്കട്ടെ. ഓം ശാന്തി.